ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് രംഗോലി ബ്രാൻഡാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ട്യൂബ് ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് തുന്നാനായിട്ട് സാധാ സൂചി നൂലും വേണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു 3 mm സൈസ് ഉള്ളതാണ്. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞിട്ടുള്ള ചെറിയ ഗോൾഡൻ ബീഡ്സ്. ഇപ്പോൾ ആ ഒരു സൈസിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ രണ്ട് സൈസിലുള്ളതാണ്. പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് അതിൻ്റെ നീഡിൽ വേണം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോൾ ചെയിനാണ്. ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും ക്രാഫ്റ്റ് ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. കണ്ടില്ലേ? ഇതുപോലത്തെ ഇത് കുട്ടികളുടെ മാലയിലൊക്കെ ഇതേപോലത്തെ ഉണ്ടാവും. അതായത് മാലയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ഡിസൈനിൽ തുന്നി കൊടുക്കാൻ പറ്റും. നമ്മുടെ എത്രയാണോ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. കത്രിക വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതും ഉണ്ട് നമ്മുടെ ഡിസൈനിൽ. അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയലിൽ ജസ്റ്റ് ഒന്ന് വെറുതെ റഫായിട്ട് നെക്ക് മെഷർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ അതിലൊരു ത്രികോണം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആയിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇതേപോലെ ചതുരം വരച്ചിട്ട് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചത്. അപ്പോൾ 2 ഇഞ്ച് വീതിയിലും നീളത്തിലും. ആദ്യം തന്നെ ഈ ഒരു ഷേപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് സാധാരണ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഒരു സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം നമ്മളിതിൽ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ത്രെഡ് 6 strands എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ കെട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നോർമൽ സ്റ്റിച്ച് ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോയി ഇങ്ങനെ ഒരു സ്റ്റിച്ചാവും കൊടുക്കുക. നേരെ മേലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അതിന് പകരം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നേരെ താഴേക്കാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെയും ഇതേപോലെ താഴേക്ക് തുന്നി കൊടുക്കും. അപ്പോൾ ആ 2 ലൈൻസും ക്രോസ് ആയിട്ട് വരുന്നത് കാണാം. കണ്ടില്ലേ? ഇതേപോലെ 2 ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇപ്പുറത്തും ഇതേപോലെ താഴേക്ക് തുന്നി കൊടുക്കണം. അങ്ങനെ ഈ ഒരു ഷേപ്പ് മുഴുവനായിട്ട് അത് ആ വരച്ച ലൈനിൽ കൂടി നമുക്ക് ഇതേപോലെ തുന്നി കൊടുക്കണം. ഇങ്ങനെ ഈ ഒരു ഷേപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് മുഴുവനായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലും നമ്മൾ ഗോൾഡൻ ബീഡ്സ് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ബീഡ്സ് തുന്നുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാവും. സാധാരണ നമ്മൾ ഓരോ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം, 2 ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ ഈ ഒരു വലിയ ബീഡാണ് നമ്മൾ ആദ്യം തുന്നി കൊടുക്കുന്നത് ഇതിൻ്റെ ചുറ്റിലുമായിട്ട്. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ചെറിയ ബീഡും തുന്നി കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ സൂചി നൂലും എടുത്തിട്ട് തുന്നാൻ പോവാണ്. അപ്പോൾ എപ്പോൾ തുന്നുമ്പോഴും കുറച്ചൊരു ഗ്യാപ്പ് നമ്മുടെ ഷേപ്പിനോട് വിട്ടിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് തുന്നുക. അപ്പോഴായിരിക്കും ആ ബീഡ് ആ ലൈനിൽ കറക്റ്റ് വരുന്ന പോലെ നമുക്ക് തോന്നുന്നത്. കണ്ടോ? ഇങ്ങനെ മുഴുവനായിട്ട് തുന്നി കൊടുക്കണം. ആദ്യം വലിയ ബീഡ് ഇത് മുഴുവൻ ചെയ്തതിന് ശേഷം അതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് ചെറിയ ബീഡും തുന്നി കൊടുക്കുക. ഇങ്ങനെ 2 ലൈൻസ് ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട്. ആദ്യം വലുത്, അതിനുശേഷം ചെറുത്. അതൊക്കെ നോർമലായിട്ടുള്ള സ്റ്റെപ്പുകളാണ്, സാധാരണ നമ്മൾ ഓരോ ബീഡ്സും തുന്നി കൊടുക്കുന്ന പോലെ. ഇനി ഇതിൻ്റെ മേലെയായിട്ട് 2 ബീഡ്സ് നമ്മൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തുന്നി കൊടുക്കണം, നേരെ വരുന്ന രൂപത്തിൽ. ഇങ്ങനെ വരുന്ന രൂപത്തിൽ നമ്മൾ ഓരോ 2 ബീഡ്സും തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ചുരിദാറിൽ മാത്രമല്ല
ബ്ലൗസിലും ഡിസൈനർ ബ്ലൗസ് എന്ന് പറയുന്ന പോലെ നമുക്കിതങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 3 ലെയറായിട്ട് ബീഡ്സൊക്കെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ബോൾ ചെയിന് വെച്ച് കൊടുക്കുകയാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ സൈസിനനുസരിച്ച് ഞാൻ ആ ബോൾ ചെയിൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാ കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 2 അറ്റവും ഇതിലിങ്ങനെ വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഇടയിലുള്ള ഗ്യാപ്പിലാണ് തുന്നി കൊടുക്കുന്നത്. അതും സാധാ സൂചി നൂലും വെച്ചിട്ട് തന്നെ തുന്നിയാണ്. ഇതിലിങ്ങനെ ഓരോ ബോൾ പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് തുന്നാൻ എളുപ്പം കേട്ടോ. അതവിടെ കറക്റ്റായിട്ട് ആ ഒരു 2 ബോളിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ തുന്നിയാൽ ശരിക്കും അവിടെ നിൽക്കും. ഇനി ഈ ഒരു ഭാഗത്തും അതേപോലെ തുന്നി കൊടുക്കുക. അപ്പം ഞാൻ ഒരു ചെയിൻ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചെയിൻ 3 ചെയിനൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാ ഷേപ്പും ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന നോർമൽ എംബ്രോയ്ഡറി ഡിസൈൻ എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ഡാർക്ക് കളർ നമുക്ക് ഷോളും പാൻസൊക്കെ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇത് നമുക്ക് സ്ലീവിൽ ഇപ്പോൾ ഈ ബ്ലൗസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ സ്ലീവിലും ഈ ഒരു ഡിസൈന് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഈ ഒരു കോൺ ഷേപ്പിന് പകരം നമുക്ക് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും ഇങ്ങനെ കൊടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.